ജോയിൻ ചെയ്ത എല്ലാ ലേണേഴ്സിനെയും ഞാൻ നമ്മുടെ സെഷൻ 5 ആയിട്ടുള്ള ലേൺ വൈസ് ഇക്കോ സിസ്റ്റം ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഹായ് ഓൾ, ഈ ഒരു സെഷന്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു ഇതിനോടകം തന്നെ മെന്റേഴ്സ് എല്ലാവർക്കും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ലേൺ വൈസ് എന്നുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓരോ ഡിജിറ്റൽ ടൂളും വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയുക എന്നുള്ളത് ഒരു ബേസിക് റിക്വയർമെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ലേൺവൈസ് ആപ്പ് ഉണ്ട്. അതുപോലെ തന്നെ വിൻഡോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന, ലാപ്ടോപ്പിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന, കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് ഉണ്ട്. അതുകൂടാതെ വെബ്സൈറ്റ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, ഇനി ഈ ആപ്പിനകത്ത് തന്നെ വരുന്ന വ്യത്യസ്ത മെറ്റീരിയൽസ് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുക, എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സെഷനിൽ പ്രധാനമായി പറയുകയാണെങ്കിൽ 4 ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലേൺവൈസിന്റെ ഓരോ ടൂളും വളരെ ഈസി ആയിട്ട് നിങ്ങളെ യൂസ് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പൂർണ്ണ കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് ഓരോ ഫീച്ചറും കൃത്യമായിട്ട് ഓരോ ടൂളും യൂസ് ചെയ്യുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടുവരിക. ഏതെടുത്ത് നോക്കിയാലും എനിക്ക് എന്താണ് കൃത്യമായി വേണ്ടത് എന്ന് മനസ്സിലാക്കി ഓരോ ടൂളും ആക്സസ് ചെയ്യാനുള്ള രീതിയിലേക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാന്നുള്ളതുണ്ട്. മൂന്നാമത്തത്, നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എത്രയും പെട്ടെന്ന്, എത്രയും ക്വിക്ക് ആയിട്ട് നിങ്ങൾക്ക് ഒരു സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് വേണം, സോ അത് വിത്തിൻ സെക്കൻഡ്സ് എങ്ങനെ എത്താം എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇതിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി നമ്മളുടെ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, വളരെ ചെറിയ മൈനർ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ തന്നെ പൊതുവെ വരാറില്ല. എന്നിരുന്നാലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അപ്ഡേറ്റ് ഒക്കെ ആണെങ്കിൽ വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. സപ്പോസ് ആപ്പ് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ OTP വരാത്ത ഇഷ്യൂ ഉണ്ടെങ്കിലോ, എങ്ങനെ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാം എന്നുള്ള ട്രബിൾ ഷൂട്ടിംഗ് മെക്കാനിസവും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ പറയാനുള്ളത് നമ്മളുടെ ആപ്പിന്റെ കാര്യമാണ്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ എല്ലാവരും ആപ്പുമായിട്ട് വളരെ ഫെമിലിയർ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോ ന്യൂ ലേണേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ആപ്പിൽ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഐഫോൺ യൂസേഴ്സ് ഉണ്ടെങ്കിൽ iOSന്റെ ലിങ്ക് മെന്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് ലഭിക്കും. സോ അത് ത്രൂ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി കയറി കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 3 ഓപ്ഷൻസ് ആണുള്ളത് പ്രധാനമായിട്ടും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സോ ഈ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമെയിൽ ID ആണ്. അപ്പൊ ഇമെയിൽ ID എന്ന് പറയുമ്പം കൂടുതലും അബ്രോഡ് ആയിട്ടുള്ള ലേണേഴ്സിനെ സംബന്ധിച്ച് OTP ഒരു പക്ഷേ മേ ബി എന്തെങ്കിലുമൊക്കെ തന്നെ ഇഷ്യൂ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ID കൊടുക്കാം. ഇമെയിലിലേക്ക് OTP വന്നോളും. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി നമ്മുടെ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് വാട്സാപ്പ് ത്രൂ ആണ്. പക്ഷെ ഈ ആദ്യത്തെ 2 ഓപ്ഷൻസ് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇനി കയറി കഴിഞ്ഞാലുള്ള കാര്യം, അപ്പൊ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ, ഞാൻ വീണ്ടും പറയുന്നു, വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ലേൺവൈസ് ആപ്പിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, താഴെ 4-5 ഓപ്ഷൻസ് ഉണ്ട്. ഹോം, ബാച്ചസ്, സ്റ്റോർ, ചാറ്റ്സ്, പ്രൊഫൈൽ. ഇതിൽ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഹോം പ്രൊഫൈലിലാണ്. ഹോമിൽ തന്നെ നിങ്ങൾക്ക് കാണാം പർച്ചേസ് കോഴ്സസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ഇപ്പൊ അതിൽ MBAയുടെ ഒരു കോഴ്സ് വന്ന് കിടപ്പുണ്ട്. സോ നമ്മൾ എടുത്തിരിക്കുന്നത് MBAയുടെ ഒരു എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് കോഴ്സ് ആണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അത് ഹോമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പർച്ചേസ് കോഴ്സസിൽ ഈസിലി കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം അടങ്ങുന്ന ഒരു ഓപ്ഷനാണ് പ്രൊഫൈൽ എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ ഇമേജിൽ നിങ്ങൾ കാണുന്നത്. അഭിജയ് എന്ന ലേണറിന്റെ പ്രൊഫൈലാണ് ഈ കാണുന്നത്. സോ അതിൽ നിങ്ങളുടെ നെയിം ഉണ്ടാവും, മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും, ഇമെയിൽ കാണാൻ സാധിക്കും. ബാക്കി മേലെ തന്നെ, അതായത് അഭിജയ് എന്നുള്ള പേരിന്റെ തൊട്ട് താഴെയായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇൻഫോയിലാണ് ഇതൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ബാച്ചസ്, കോഴ്സസ്, പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതിൽ കോഴ്സസിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾ എടുത്തിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും. കോഴ്സ് കാണാത്ത എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ രണ്ടിടത്തായിട്ടാണ്. ഒന്ന് ഹോമിൽ കയറി കഴിഞ്ഞാൽ പർച്ചേസ് കോഴ്സസ് അവിടെ ഉണ്ട്. രണ്ടാമത്തത് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞ് കോഴ്സസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും കോഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ആ കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഫസ്റ്റ് പേജ് ആണ് ഇവിടെ ലെഫ്റ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. MBA ഫസ്റ്റ് ഇയർ വിത്ത് മെന്റർഷിപ്പ്. അപ്പൊ വിത്ത് മെന്റർഷിപ്പിലെ ഒരു കോഴ്സാണ് നമ്മൾ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. അതിൽ ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഓവർവ്യൂ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ? എല്ലാവരും ഒന്ന് പറയാമോ? ടോപ്പിലായിട്ട് ആ ആരോയുടെ കീഴിലായിട്ട് ഓവർവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ലേ? ടോപ്പിൽ ആ ബ്ലൂയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
സോ ആ ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പൊ MBA എന്നുള്ള ഒരു കോഴ്സിനെ സംബന്ധിച്ച് ആ MBAക്കകത്ത് നിങ്ങൾ 4 സെമസ്റ്ററുള്ള കോഴ്സാണ്. ഓരോ സെമസ്റ്ററിലും പഠിക്കാനുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പേപ്പറിന്റെ പേരടക്കം നിങ്ങൾക്ക് ഓവർവ്യൂ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതാണ് ഓവർവ്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കോഴ്സിൽ മൊത്തം ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കോഴ്സിൽ മൊത്തം നിങ്ങളിപ്പം 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 3 വർഷവും നിങ്ങൾ എന്തൊക്കെ പഠിക്കും, സെമസ്റ്റർ വൈസ് ആണെങ്കിൽ ഓരോ സെമസ്റ്ററിലും എന്തൊക്കെ പഠിക്കും എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഓവർവ്യൂവിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി കോണ്ടന്റിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും വരുന്നത്. ഇപ്പൊ കോണ്ടന്റിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെമസ്റ്റർ 1, സെമസ്റ്റർ 2. ഇപ്പൊ ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ സെമസ്റ്റർ 1-ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മൊത്തം കാര്യങ്ങൾ ആ സെമസ്റ്റർ 1 എന്നുള്ള ഫോൾഡറിനകത്തായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. സെമസ്റ്റർ 2 ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സെമസ്റ്റർ 2-നകത്ത് പഠിക്കാൻ വേണ്ട എല്ലാവിധ മെറ്റീരിയൽസും അതിനകത്തും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഫോൾഡറാണ് അവിടെ കാണുന്നത്, ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡ് പ്രോഗ്രാം. ഓക്കെ, പിന്നെ ഹാപ്പിനെസ് സെഷൻസിന്റെ വ്യത്യസ്ത ഫയൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെമസ്റ്റർ 1 എടുത്തു എന്ന് കരുതുക. സെമസ്റ്റർ 1 എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ ബ്ലോക്കിലെയും കണ്ടന്റ് അവിടെ ഓരോരോ ടോപ്പിക് ആയിട്ട് അല്ലെ അതിൽ ഓരോരോ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് കാണാനും ആ ഫോൾഡേഴ്സും നിങ്ങൾക്ക് അവിടെ അറേഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സെമസ്റ്റർ 1-ൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ബിസിനസ് എൻവയോൺമെന്റ് തുടങ്ങിയ വ്യത്യസ്ത പേപ്പറുകൾ ഉണ്ട്. ആ പേപ്പറുകൾ ഓരോരോ ഫോൾഡർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ. ഇനി ആ ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കോണ്ടന്റ്സ് 2 രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ബ്ലോക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞ വ്യത്യസ്ത ബ്ലോക്സ് കാണാം. ബ്ലോക്സിനകത്തായിട്ട് വ്യത്യസ്ത യൂണിറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ സെക്കൻഡ് കാണുന്ന ഇമേജിൽ നിങ്ങൾക്ക് കാണാം ഒരു ബ്ലോക്ക് ആണത്. ഇൻട്രൊഡക്ഷൻ ടു എന്ന് പറഞ്ഞ് കാണുന്നത് ഒരു ബ്ലോക്ക് ആണ്. അതിനകത്തുള്ള യൂണിറ്റ് ആണ് തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾ കാണുന്നത്. യൂണിറ്റ് 1 മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോണ്ടന്റ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ എത്താം എന്നുള്ളത് ഇതിനോടകം തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അതിൽ സെമസ്റ്ററിന്റെ ഫസ്റ്റ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ഫസ്റ്റ് ഇമേജിൽ അസൈൻമെന്റ്സ് വന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ അസൈൻമെന്റ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും, അസിസ്റ്റൻസ് സംബന്ധിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം തന്നെ അസൈൻമെന്റ് ഫോൾഡറിലാണ് ഉണ്ടാവുക. അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു കോണ്ടന്റ് ആണ്. ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ റിലീസർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ കാര്യങ്ങളും നിങ്ങളുടെ ഈ സെമസ്റ്റർ 1 എന്നുള്ള നിങ്ങൾ മുമ്പേ കണ്ട ഫോൾഡറിനകത്തായിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. സെമസ്റ്റർ 1 ഫോൾഡർ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റും അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡും കാണാൻ സാധിക്കും. സോ ഇനി നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഇനി ഫോണിൽ അപ്പൊ എങ്ങനെയാണ് കണ്ടന്റ് ആക്സസ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതെല്ലാവരും ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടും ഉണ്ടാവും. എന്നിരുന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇനി ട്രബിൾ ഷൂട്ടിംഗിലേക്ക് വരുമ്പോൾ, ട്രബിൾ ഷൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു എക്സ്പേർട്ടിന്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വയം എക്സ്പേർട്ട് ആയിട്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നമ്പറിൽ ആക്സസ് ചെയ്യാൻ നോക്കുന്നു, OTP വരുന്നില്ല. OTP വരാത്തതിന് പല കാരണങ്ങൾ ഉണ്ടാവും. ഒന്നെങ്കിൽ നെറ്റ്വർക്ക് ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് ഫോണിന്റെ ചിലപ്പോൾ ഇഷ്യൂ ആയിരിക്കാം. മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവാം. വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇമെയിൽ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വരേണ്ടതില്ല. അപ്പൊ ഇമെയിൽ കൊടുക്കുക. ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ഇമെയിലിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആപ്പിനകത്ത് കയറാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട്, ഇതൊന്നും തന്നെ സ്ഥിരമായി വരുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ വല്ലപ്പോഴും വരികയാണെങ്കിൽ പോലും അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വീഡിയോ സ്റ്റക്ക് ആവുക അല്ലെങ്കിൽ വീഡിയോ ക്രാഷ് ആവുക നമ്മളൊരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതേ ഓർഡറിൽ തന്നെ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് എഴുതിയെടുത്തോളൂ. ഈ ഒരു ഓർഡർ തന്നെ പോകുന്നതായിരിക്കും അതിന്റെ ഏറ്റവും ബെറ്റർ. ആദ്യം ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക, അത് ഓർക്കുക. എന്നിട്ട് പിന്നെ റീഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത ശേഷം റീഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. അൺഇൻസ്റ്റാൾ, റീഇൻസ്റ്റാൾ, റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും റീലോഗിൻ ചെയ്യുക, വെരിഫൈ ചെയ്യുക. വെരിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്പർ ആയാലും ശരി, നമ്മുടെ ഇമെയിൽ ആയാലും ശരി കൊടുക്കുക, കയറുക. ഇങ്ങനെ ആകുമ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റക്ക് ആവുന്ന ഇഷ്യൂ നിങ്ങൾക്ക് ഈസിലി മൊബൈൽ ഫോണിലേക്ക് വരുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മൂന്നാമത്
ആപ്പിന് വരാൻ സാധ്യതയുള്ള ഏതൊരു ആപ്പ് എടുത്താലും നിങ്ങൾക്ക് കാണാം ഇടയ്ക്ക് മെയിന്റനൻസ് ഉണ്ടാവും. ആപ്പ് ബെറ്റർ ആക്കുന്നതിന്റെ ഭാഗമായിട്ടും പുതിയ അപ്ഡേറ്റ്സ് വരുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെ തന്നെ മെയിന്റനൻസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആപ്പിൽ മെൻഷൻ ചെയ്യും. നേരത്തെ അവർ പ്രയർ ആയിട്ട് അറിയിക്കും ആപ്പിന് ഇന്നൊരു മെയിന്റനൻസ് ഉണ്ട്, ഇത്ര സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാന്നുള്ളത്. സോ ആ ഒരു സമയം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആ സമയത്ത് നമുക്ക് ആപ്പ് സ്വാഭാവികമായിട്ടും ആ ഒരു മെയിന്റനൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂറോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ആപ്പ് വീണ്ടും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ആപ്പ് എപ്പോഴും അപ്ഡേറ്റഡ് ആണെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. ഇനി അപ്ഡേറ്റ് ആവാത്ത സാഹചര്യങ്ങളിലാണ് ചെറിയ സ്റ്റക്ക് എന്തെങ്കിലും വന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ആപ്പ് അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. ഇപ്പൊ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അപ്പൊ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് വിൻഡോസ് ആപ്പിലേക്ക് വരാം. അപ്പൊ ലാപ്ടോപ്പിൽ ലേൺ വൈസ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ ലാപ്ടോപ്പിൽ ലേൺ വൈസ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലിങ്ക്സ് ലഭിക്കുന്നതിനായിട്ട്, അതിന് വേണ്ട ലിങ്ക് ലഭിക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം. മെന്റേഴ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിലേക്കുള്ള അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ മൊബൈലിൽ എങ്ങനെയാണോ കണ്ടന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മളുടെ വിൻഡോസ് ആപ്പിലേക്ക് വരുമ്പോഴും കാര്യങ്ങളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഈ ലേൺവൈസ് ആപ്പ് നിങ്ങൾക്ക് വിൻഡോസിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട കുറച്ച് റിക്വയർമെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. റാമിന്റെ റിക്വയർമെന്റ് 8 GB, പിന്നെ വിൻഡോസ് ഓപ്പണിംഗ് നമ്മുടെ OS, സോ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വിൻഡോസ് 10 എങ്കിലും ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ക്രോം അപ്ഡേറ്റഡ് ആയിരിക്കണം, സ്റ്റേബിൾ നെറ്റ് കണക്ഷനും വേണം. അപ്പൊ കൃത്യമായിട്ടുള്ള നെറ്റ് കണക്ഷൻ, ക്രോം അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക, പിന്നെ അത്യാവശ്യം പുതിയൊരു ലാപ്ടോപ്പ്. അപ്പം വിൻഡോസ് 10 എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരുവിധം എല്ലാവരുടെയും വിൻഡോസ് 10 തന്നെയായിരിക്കും. പിന്നെ 8 GB റാം എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ലാപ്ടോപ്സിലൊക്കെ തന്നെ ഒരുവിധം വരുന്ന ഒരു ഫീച്ചറുമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ലാപ്ടോപ്പിൽ ലേൺവൈസ് ആപ്പ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങൾ ലോഗ് ഔട്ട് ആവും. അറ്റ് എ ടൈം നിങ്ങൾക്ക് ഒരു ഡിവൈസിലാണ് ലേൺവൈസ് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുക. സോ മൊബൈലിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലാപ്ടോപ്പിൽ അത് അവൈലബിൾ ആയിരിക്കില്ല, ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മൊബൈലിൽ അവൈലബിൾ ആയിരിക്കില്ല. അത് അതിന്റെ സെക്യൂരിറ്റി ഫീച്ചർ ആണ്. ആൻഡ് പഴയ സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ലാഗ് ഉണ്ടാവുന്നതന്നെ ഉള്ളൂ, വർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഓർത്തും വെറീഡ് ആവണ്ട. എല്ലാവരും വിൻഡോസ് ആപ്പ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ തന്നെ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണോ മൊബൈൽ ഫോണിൽ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് അതേപോലെ തന്നെയാണ് വിൻഡോസ് ആപ്പിലേക്ക് വരുമ്പോഴും ആക്സസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇമെയിൽ അഡ്രസ് അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്ത് നോക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി കോണ്ടന്റും അറേഞ്ച്മെന്റും ഒന്നും തന്നെ വ്യത്യാസമില്ല. ഈ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ എന്തൊക്കെയാണോ മൊബൈൽ ആപ്പിൽ പറഞ്ഞിട്ടുള്ളത് സെയിം കാര്യങ്ങൾ തന്നെയാണ് വിൻഡോസ് ആപ്പിൽ കയറിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിന്റെ വീഡിയോ ഉണ്ടാവും, അതിന്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഉണ്ടാവും, അതിന്റെ ഒരു ബേസിക് ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും അത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓരോ ഫോൾഡറിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലും കാണാൻ സാധിക്കുന്നതാണ്. ഇനി വിൻഡോസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ള കുറച്ച് ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സ് ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് എടുക്കേണ്ടവർക്ക് നോട്ട് ചെയ്ത് എടുക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, മെന്റേഴ്സ് അയച്ചിരുന്ന ലിങ്ക് നിന്നാണ് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പൊ മെന്റേഴ്സ് ലിങ്ക് അയച്ചു തന്നത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെസ്സേജ് വരാനുള്ള ഒരു ചാൻസ് പലപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ സ്മാർട്ട് സ്ക്രീൻ പ്രിവെന്റഡ് ആൻഡ് അൺറെക്കഗ്നൈസ്ഡ് ആപ്പ് ഫ്രം സ്റ്റാർട്ടിംഗ് റണ്ണിംഗ് ദിസ് ആപ്പ് മൈറ്റ് പുട്ട് യുവർ PC അഡ്രസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെയായിട്ട് മോർ ഇൻഫോ എന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം കാണാം. ആ മോർ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ മോർ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്റെ പിറകിലായിട്ട് നിങ്ങൾക്ക് കാണാം റൺ എനിവേ എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ കാണാം. മോർ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു എറർ ആണ് വരുന്നതെങ്കിൽ മോർ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. റൺ എനിവേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ താഴെ കാണാം. റൺ എനിവേ കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഓർത്താരും ബുദ്ധിമുട്ടായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള ഒരു എററാണ്. നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ചിലർക്ക് മേ ബി വന്നേക്കാം, ഓരോ ഡിവൈസ് അനുസരിച്ചിരിക്കും. വന്നു കഴിഞ്ഞാൽ മോർ ഇൻഫോ പ്രസ് ചെയ്യുക, റൺ എനിവേ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് മറ്റൊരു ഇഷ്യൂ വരുന്നത് ഈ ഒരു മെസ്സേജ് ആണ്. കാണാൻ സാധിക്കുന്നില്ലേ, സ്ക്രീൻ റെക്കോർഡർ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തംസ് അപ്പ് ഇടണേ. സ്ക്രീൻ റെക്കോർഡർ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റ്. ഓക്കെ,
കാണാം. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് വരുന്നൊരു മെസ്സേജ് ആണ്. നിങ്ങൾ ആപ്പ് തുറക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു എററാണിത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കേസ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഏതെങ്കിലും സ്ക്രീൻ റെക്കോർഡർ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലാപ്ടോപ്പിൽ ഏതെങ്കിലും സ്ക്രീൻ റെക്കോർഡർ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഫീച്ചർ കാരണം കൊണ്ട് തന്നെ നമുക്ക് ലേൺവൈസ് ആപ്പ് ഓപ്പൺ ആക്കാൻ പറ്റണമെന്നില്ല. രണ്ടാമത്തത് ഇൻബിൽട്ട് ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, ഒരു സ്ക്രീൻ റെക്കോർഡർ ആപ്പ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഒക്കെ ആയിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡർ ആപ്പ് ഇരിക്കുകയാണെങ്കിൽ അത് ഡിസേബിൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വളരെ ഈസി ആയിട്ട് ക്ലാസ്സസ് കാണാൻ സാധിക്കുക. അത് എങ്ങനെ ഡിസേബിൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിക്കാം. അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ ആപ്പ് എങ്ങനെ ഡിസേബിൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ മെന്റേഴ്സിന്റെ അസിസ്റ്റൻസ് വേണ്ടവർക്ക് മെന്റേഴ്സിന്റെ കയ്യിൽ അതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഉണ്ട്. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു എറർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസിലി സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം സ്ക്രീൻ റെക്കോർഡർ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡിസേബിൾ ചെയ്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് ഈസിലി ആപ്പ് നാവിഗേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഒരു എറർ ഇതാണ്, അതായത് അൺസപ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ട് വരും. നിങ്ങൾ വീഡിയോ കാണാൻ നോക്കുന്ന സമയത്താണ് ഇത് വരിക. സോ ആപ്പിൽ നിന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം, ലാപ്ടോപ്പിൽ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾഡ് ആണെന്നുള്ള ഉറപ്പുവരുത്തുക. ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എറർ പരിഹരിക്കാവുന്നതാണ്. ഗൂഗിൾ ക്രോം ത്രൂ ആണ് ക്ലാസ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എറർ ഉണ്ടായിരിക്കുന്നതല്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വിൻഡോസിലായാലൊക്കെ തന്നെ പ്ലേ സ്റ്റോറിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്, വിൻഡോസ് സ്റ്റോറിൽ. സോ ക്രോം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ എറർ നിങ്ങൾക്ക് വരാനേ പോകുന്നില്ല. ഇനി താഴെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് പ്രോപ്പർ അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു എററാണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഇന്റർനെറ്റും വളരെ പ്രോപ്പർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ ഇന്റർനെറ്റും പ്രോപ്പർ ആണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള എറർ നമുക്ക് ഈസിലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ എറർ വന്നു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ശരിയാണോ അല്ലയോ എന്നുള്ള, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വൈഫൈയുടെ ഒക്കെ തന്നെ കൺസേൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കൺസേൺ ആൾക്കാരെ കണക്ട് ചെയ്തിട്ട് നെറ്റ്വർക്ക് പ്രോപ്പർ ആക്കാൻ പറയാം. അങ്ങനെ ആകുമ്പോൾ വളരെ ഈസി ആയിട്ട്, അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലാംഗ്വേജ് ആപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന കുറച്ച് എറേഴ്സ്. ഓക്കെ, അപ്പൊ ഇതില് പ്രീവിയസ് വിൻഡോസ് വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, വിൻഡോസ് 10 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലും പഴയ വിൻഡോസ് ആണെങ്കിൽ ആക്സസ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഡിസേബിൾ ഗെയിം ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഇതും എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. എങ്ങനെയാണ് ഗെയിം ബാർ ഡിസേബിൾ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോയുടെ ലിങ്ക് മെന്റേഴ്സിന്റെ കയ്യിൽ ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്കും യൂട്യൂബ് കയറിയിട്ട് ചെയ്യാം കേട്ടോ. യൂട്യൂബ് കയറിയിട്ട് എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യാന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിങ് നമ്മളുടെ ട്രബിൾ ഷൂട്ടിംഗ്. അപ്പം വിൻഡോസിലും മൊബൈലിലും ചെറിയ ചെറിയ ഇതുപോലത്തെ മൈനർ ഇഷ്യൂസ് വരുമ്പോൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത്, സ്വയം തന്നെ ഒരു ടെക്കി ആയിട്ട് എങ്ങനെ അത് ഡീൽ ചെയ്യാം എന്നുള്ളത് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ സെഷൻസിനെ പറ്റിയാണ്. അപ്പൊ ഇതൊരു ലൈവ് സെഷൻ ആണ്. അപ്പൊ ഇതുപോലെ മറ്റ് അനേകം ഇന്ററാക്റ്റീവ് സെഷൻസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ തന്നെ ലേൺവൈസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് എല്ലാവർക്കും അറിയാം, ഇതിനോടകം തന്നെ നമ്മുടെ ഈ സെഷൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് സൂം ത്രൂ ആണ്. അതോ സൂം ത്രൂ തന്നെയാണ് നമ്മുടെ ഈ സെഷൻസ് ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും ചില ഒക്കേഷൻസിൽ ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ പോലും നമ്മളത് പ്രയർ ആയിട്ട് ഇൻഫോം ചെയ്യും. ആൻഡ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ഈ ഒരു സെഷൻ ഒക്കെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പോലെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മളുടെ റിസോഴ്സസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ആ സെഷൻ ഞാനായിരിക്കില്ല ഹാൻഡിൽ ചെയ്യുന്നത്, അത് റഹീസർ ആണ്. സോ റഹീസർ, ഓവർ ടു യു. സോ അഭയ് സാറ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ട്രബിൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ചിലപ്പോഴൊക്കെ ഫേസ് ചെയ്യാവുന്ന കുറച്ച് ഇഷ്യൂസ് എങ്ങനെയാണ് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ബ്രീഫായിട്ടൊന്ന് കാണിച്ചു തന്നേന്നുള്ളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ റിസോഴ്സസിലോട്ട് പോവാം. അപ്പം നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് റിസോഴ്സസ്, ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് 1 by 1 ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് നമുക്ക് റെക്കോർഡഡ് ലെക്ചേഴ്സ് തന്നെയാണ്. അപ്പൊ റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആപ്പിൽ തുറന്ന് നോക്കുമ്പം ആദ്യം തന്നെ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ക്ലാസ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി ഉള്ളത് നമ്മുടെ മെറ്റീരിയൽസിലായിട്ട് നേരെ നമുക്ക് കിടക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് ഇഗ്നോയുടെ
നിങ്ങൾക്ക് പലരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇതിന്റെ ഹാർഡ് കോപ്പി നിങ്ങൾ പേ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തുമായിരിക്കും. പക്ഷെ അത് കുറച്ച് സമയമെടുക്കും, ഒരു 2 months ഒക്കെ എടുക്കാറുണ്ട് പലർക്കും. അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ സോഫ്റ്റ് കോപ്പി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്നുണ്ട് ഓരോ മെറ്റീരിയൽസും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽപ്പ് ബുക്ക് ഉണ്ട്, എക്സാം സ്പെഷ്യൽ ഗൈഡ്, അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്, ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ ഇഗ്നോ PYQ അൾട്ടിമേറ്റ് അനാലിസിസ്, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാം ഇവാലുവേഷൻ ഗൈഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ നമ്മുടെ നോട്ട് വെച്ചിട്ട് തന്നെ ഞാൻ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നത്, ഫസ്റ്റിൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ SLM ആണ്. അതായത് ഇഗ്നോയുടെ ഒഫീഷ്യൽ മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് SLM, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. ഇത് MBAയുടെ ഒരു MMPC 001 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറിന്റെ SLM ആണ്. ഇതിന്റെ ഹാർഡ് കോപ്പി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഫുൾ, അതായത് എല്ലാ യൂണിറ്റ്സും അടങ്ങുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബുക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും നിങ്ങളുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. പോസ്റ്റൽ വഴി അയക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു സമയം എടുക്കുന്ന ഒരു കാര്യമാണത്. അപ്പം ഇത് എല്ലാവരും ഗോ ത്രൂ ചെയ്യാൻ നമ്മുടെ ആപ്പിൽ അത് അവൈലബിൾ ആണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം വരുന്നത്, ഇതിലെ ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ SLM ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ ഒരു SLMനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു നോട്ടാണ്, അല്ലെങ്കിൽ ഒരു വാല്യൂ ആഡഡ് നോട്ടാണ് ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കാം, ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓരോ സബ് ഹെഡിങ്ങും ഇതിൽ നിങ്ങളുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ മെറ്റീരിയലിന്റെ ഓരോ സബ് ഹെഡിങ്സിനെയും വളരെ ബുള്ളറ്റ് പോയിന്റ്സിലൊക്കെ ആക്കിയിട്ട്, വളരെ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു നോട്ടാണ് ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാം ബുള്ളറ്റ് പോയിന്റ്സിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ലാംഗ്വേജിലാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മെമ്മറി റീകോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിമോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെക്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ ഒരുപാട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല തിയറി പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ ഒരുപാട് ടെർമിനോളജീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ എങ്ങനെ കോഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെക്ഷനാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്യാവശ്യം നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ കോഡ് രൂപത്തിൽ എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഓർത്തെടുക്കാം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടി അവിടെയുണ്ട്. അപ്പൊ മെമ്മറി എയ്ഡ്സ് എന്നുള്ള രീതിയിൽ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എക്സാം സ്പെഷ്യൽ ഗൈഡ് ആണ്. അപ്പൊ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നോട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ഓരോ യൂണിറ്റിനും ആ നോട്ടിന്റെ കൂടെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. ആ ഒരു ഡോക്യുമെന്റ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇത് ആ സെയിം പേപ്പർ തന്നെയാണ്. ആ ഒരു പേപ്പറിന്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ചോദിക്കാൻ സാധ്യതയുള്ള, അപ്പൊ ഇഗ്നോയില് മെയിൻ എക്സാമിന്, നിങ്ങളുടെ ഒഫീഷ്യൽ ഇഗ്നോ ബോർഡ് എക്സാമിന് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ആ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 10ഓളം ക്വസ്റ്റ്യൻ, 10 to 12 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് എങ്ങനെയാണ്, അപ്പം അതിൽ എന്തെല്ലാം പോയിന്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഓരോ ക്വസ്റ്റ്യന്റെയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊരു മോഡൽ ആൻസറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 8 to 12 ക്വസ്റ്റ്യൻസിന്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്യും. അതിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് അപ്പൊ അതിൽ ഇൻട്രൊഡക്ഷൻ വേണം, ബോഡിയിൽ എന്തെല്ലാം പോയിന്റ്സ് വേണം, കൺക്ലൂഷൻ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്തു, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ ഒരു മോഡൽ ആൻസർ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും മോഡൽ ആൻസർ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കും. അപ്പോൾ ഇതും നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓരോ യൂണിറ്റിനും നമുക്കൊരു ഹെൽപ്പ് ബുക്ക് ഉണ്ടായിരിക്കും, അതിന്റെ ഫോളോഡ് ബൈ ഒരു എക്സാം സ്പെഷ്യൽ ഗൈഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് എക്സാം സ്പെഷ്യൽ ഗൈഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഒബ്വിയസ്ലി നിങ്ങൾ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ, ഇപ്പൊ സെമസ്റ്റർ വൈസ്ഡ് കോഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അസൈൻമെന്റ്സ് എഴുതാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അതിന് ലേൺവൈസിന്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും, അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്നും പറഞ്ഞിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ആപ്പിൽ കാണാൻ പറ്റും. നിങ്ങളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അസൈൻമെന്റ് ഏത് വർഷത്തിലാണോ നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ള അതിന്റെ അസൈൻമെന്റ് ഫോൾഡർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ഓൾറെഡി ഉണ്ടാവും. അതിന്റെ ഗൈഡ് ബുക്ക് ആണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതിപ്പം 2024-25 ഇതിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ജൂലൈ വരെയുള്ള ലേണേഴ്സിന് എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഡിസംബറിൽ എഴുതാം. ഞാൻ MBAയുടെ കേസിലാട്ടോ പറയുന്നത്. MBAയിലെ സെമസ്റ്റർ വൈസ് കോഴ്സ് എക്സാം ഉള്ളത് കൊണ്ട് തന്നെ ഓരോ 6 മാസം കൂടുമ്പോഴും അവർക്ക് എക്സാമിന് മുന്നേ ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് പുതുതായിട്ടുള്ള അസൈൻമെന്റ് വന്നിട്ടുണ്ട്, അവിടെ ജൂലൈ സെഷൻ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ എഴുതേണ്ടത്.
അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും, അതിന്റെ മോഡൽ ആൻസേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മോഡൽ ആൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും അസൈൻമെന്റിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ തന്നെ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പം അതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു റെഫറൻസ് ആയിട്ട് മാത്രം നമ്മുടെ ഗൈഡ് ബുക്ക് എടുക്കാം. കാരണം അസൈൻമെന്റ് ശരിക്കും അസൈൻമെന്റ് ആയിക്കോട്ടെ, നമ്മുടെ എക്സാംസ് ആയിക്കോട്ടെ, ഒക്കെ നമ്മുടെ സ്കിൽസിനെ എൻഹാൻസ് ചെയ്യാനും നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ കൺസെപ്റ്റ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുപോലെയുള്ള ഓരോ ചെക്സ് നമുക്ക് അക്കാഡമിക്സിൽ നമുക്ക് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബ്ലൈൻഡ് ആയിട്ട് അതുപോലെ എഴുതി വെക്കുന്നേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇതൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിട്ട് ഇതിൽ വരുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ നിങ്ങൾ A4 ഷീറ്റ്, പിന്നെ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. അസൈൻമെന്റ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമുക്ക് A4 ഷീറ്റിൽ നിങ്ങൾ നിങ്ങളുടെ കൈപ്പടയിൽ തന്നെ എഴുതുക എന്നുള്ളത് തന്നെയാണ് അസൈൻമെന്റ്. അപ്പൊ എഴുതി തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഫൈനൽ ആൻസേഴ്സ് കറക്റ്റ് ആണോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ അസൈൻമെന്റ്സ് പ്രോപ്പർ ആയിട്ട്, ഇതിപ്പോ ഏകദേശം അത്യാവശ്യം ഒരു 10-60 പേജുള്ള ഒരു അസൈൻമെന്റ് ആണ്. അത്യാവശ്യം ആ രീതിയിലുള്ള ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെയാണ് അത് അത്രയും പേജസ് വരുന്നത്. അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ ഫുൾ ഓൺ ലെങ്ത്തിൽ തന്നെയാണ് അസൈൻമെന്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പരമാവധി നിങ്ങളുടെ വേർഡ്സിൽ തന്നെ എഴുതാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും അതിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ എഴുതുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നമ്മുടെ ആപ്പിൽ അത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഫോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഗ്നോയുടെ പ്രീവിയസ് ഇയർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇപ്പൊ നിങ്ങൾ കാണുന്നത് 2024 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നു. നമ്മുടെ ആപ്പിൽ അത് ഫോൾഡർ വൈസ് ആയിട്ട് ഓരോ PDFs അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം ഒക്കെ എഴുതുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ MBA ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആകെ വരുന്നത് 8 ക്വസ്റ്റ്യൻ ആണ്. ആ 8 ക്വസ്റ്റ്യൻസിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഒട്ടുമിക്കം നമ്മുടെ എല്ലാ പേപ്പേഴ്സിനും നമ്മുടെ ഈ ഇതിൽ ചെറിയൊരു എക്സംഷൻ ഉണ്ടായിരിക്കാം, പ്രോബ്ലം ബേസ്ഡ് പേപ്പേഴ്സിനൊക്കെ ആയിരിക്കും. അല്ലാതെ വരുന്ന എല്ലാ എക്സാമിനും ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 7-8 ക്വസ്റ്റ്യൻസ് തരും. അതിൽ 5 എണ്ണം എഴുതിയാൽ മതി, അല്ലെങ്കിൽ 4 എണ്ണം എഴുതിയാൽ മതി എന്നുള്ള രീതിയിലാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. അപ്പൊ ആ പാറ്റേൺ ഒക്കെ അറിഞ്ഞ് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഇതിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഭയങ്കര essay ടൈപ്പ് ആൻസേഴ്സ് ആയിരിക്കും പലതിലും. തിയറി പേപ്പറിലൊക്കെ തന്നെ നമുക്ക് essay ടൈപ്പ് ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും ഇപ്പൊ ഇതിൽ നോക്കുവാണെങ്കിൽ 20 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യൻ. അപ്പൊ 20 മാർക്കിനനുസരിച്ച് നമ്മൾ ആൻസർ എഴുതേണ്ടതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. അപ്പൊ PYQs നമ്മുടെ ആപ്പിൽ ഉള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിലൂടെ ഓടിച്ച് നോക്കുക. കാരണം അത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, നമുക്ക് പഠിക്കാനും ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പൊ എക്സാമിന് അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ ലേണർവൈസിന്റെ സ്പെഷ്യൽ ഫീച്ചർ ആയിട്ടുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡോക്കാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. അപ്പൊ ഈ ഒരു ഡോക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ നേരത്തെ ഇവിടെ നമ്മുടെ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഇഗ്നോയുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് റിസർച്ച് ടീം ഉണ്ട്. അപ്പൊ അവര് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഡോക്ക് ഫോർമാറ്റിൽ, അതായത് നമുക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ പേപ്പേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസ് ഒക്കെയാണ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ്, ഏത് യൂണിറ്റ്സ് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ആ യൂണിറ്റ്സിൽ ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ രീതിയിൽ വളരെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തന്നെ ചില ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടാകും. അതായത് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്ര വരാറുണ്ട്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് എത്ര വരാറുണ്ട്, കേസ് സ്റ്റഡി ടൈപ്പ് എങ്ങനെ വരാറുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഒക്ടോബർ നവംബർ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. അതായത് ജൂൺ 2025 ഇപ്പൊ തൊട്ടടുത്ത് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മുടെ അനാലിസിസിന്റെ ഭാഗമാക്കിയിട്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ പുതിയൊരു, നിങ്ങൾ ഓരോ എക്സാം സൈക്കിൾ എഴുതാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട്
ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങളെ റിവിഷനും നമ്മുടെ നോട്ട്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇതും കൂടി നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എക്സാം എടുക്കുമ്പോൾ നമ്മുടെ ലേണേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഇത് തന്നെയാണ്. ഇത് ബേസ് ചെയ്തിട്ട് ഒരുവിധം എല്ലാ പേപ്പേഴ്സിനും ഫസ്റ്റ് ഇയറിലൊക്കെ എല്ലാ പേപ്പേഴ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മുടെ മെന്റേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ വീഡിയോസും ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് ഇതെന്താണ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിന്റെ എൻഡിൽ, ഇതിന്റെ ഏകദേശം ഒരു അവസാനത്തിൽ നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൊടുക്കും. അതായത് ആ ഒരു വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ, ആ സൈക്കിളിൽ വരുന്ന എക്സാമിനേഷന്റെ ഒരു ഫുൾ ഓൺ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് എക്സാക്ട്ലി ആ ക്വസ്റ്റ്യൻ വരും എന്നല്ല നമ്മൾ പറയുന്നത്, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ പോലെ നമ്മൾ സെറ്റ് ചെയ്യും. അതിന്റെ മോഡൽ ആൻസറും കറക്റ്റ് ആയിട്ട് ഫുൾ ആൻസർ, മോഡൽ ആൻസർ മാത്രമല്ല ഏത് സിലബസ് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ട് മാപ്പ് ചെയ്തിട്ട് അതിന്റെ ഫുൾ ആൻസേഴ്സും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇത് അത്രയും റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ക്യൂറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഫുൾ ആൻഡ് ഡോക്യുമെന്റ് നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ തന്നെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ഒരു ഹാൻഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് നല്ലൊരു ഗ്രാസ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈസി ആയിട്ട് ആ ഒരു പേപ്പർ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വീഡിയോ ബേസ് ചെയ്തിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മെന്റേഴ്സും ഫാക്കൽറ്റീസും തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനും അതിലൂടെ സാധിക്കും. പിന്നെ വരുന്നത് നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മോഡൽ എക്സാം എന്ന് പറയുന്നത്. അപ്പം സെലക്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സിന് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 1 മന്ത് 1.5 മന്ത് മുന്നേ ആയിട്ട് നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഗ്നോയുടെ അതേ പാറ്റേണിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് സൂമിൽ വന്നിട്ട് നിങ്ങൾ ലൈവായിട്ട് ഒരു രാത്രിയാണ് നമ്മൾ വെക്കാറുള്ളത്, 7 to 10 എന്നുള്ള രീതിയിൽ തന്നെ 3 മണിക്കൂറിന്റെ എക്സാം ആണ്. 3 മണിക്കൂറും നിങ്ങൾ ഇരുന്ന് ക്യാമറ ഓൺ ചെയ്ത് നമ്മുടെ മെന്റേഴ്സും ഫാക്കൽറ്റീസും മറ്റ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവരൊക്കെ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു എക്സാം തന്നെ ഇതിനോട് അതേ രീതിയിൽ അത്രയും സമയം എടുത്തിട്ട് നിങ്ങൾ എഴുതുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളൊക്കെ വലിയൊരു ഗ്യാപ്പിന്റെ ശേഷമായിരിക്കും ഒരു ഡിഗ്രിക്കോ PGക്കോ ഒക്കെ വന്നിട്ട് ഉണ്ടാവും. ഒരു എക്സാമിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടച്ച് ഒക്കെ വിട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കോൺഫിഡന്റ് ഇല്ലായ്മയൊക്കെ നമുക്ക് ഇതിലൂടെ മാറ്റാൻ പറ്റും. അപ്പോൾ ഫുൾ ലെങ്ത് ആയിട്ട് നമുക്ക് ഒരു എക്സാം ഫുൾ എഴുതുവാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു ഫീല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിയൽ ടൈമിൽ മനസ്സിലാക്കാനും ആക്ച്വൽ എക്സാം എത്തുമ്പം അതിലൊരു എന്താ പറയുക ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും. കാരണം അതിന്റെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു എക്സാം ഫുള്ളായിട്ട് നമുക്ക് എഴുതി കഴിഞ്ഞാൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് ആക്ച്വൽ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സൂമിൽ ലൈവായിട്ട് എക്സാം നടത്തും. എന്നിട്ട് ഇതൊക്കെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് അപ്പം ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫുൾ ഓൺ ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതായത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇവാലുവേഷൻ ഗൈഡും നമ്മുടെ ഒരു PDF ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ സിലബസ് വെച്ചിട്ട് ഏത് യൂണിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനെയും അപ്രോച്ച് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യന്റെയും മോഡൽ ആൻസർ അടക്കം വരുന്ന ഒരു ഇവാലുവേഷൻ ഗൈഡ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതുന്നു, അത് നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് വെച്ചിട്ട് അതിന് ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൽ കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ എക്സാംസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളത് എന്നുള്ളതും നിങ്ങളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. കാരണം ഇതിനൊന്ന് ലൈറ്റ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് ഇതുപോലെയുള്ള റിസോഴ്സസ് ഒക്കെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തുക. ആ രീതി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സാംസ് നിങ്ങൾക്ക് പാസ്സാവാനും ആ രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട്
നിങ്ങൾക്ക് എക്സാം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്കും കുറച്ചധികം ഇനീഷ്യേറ്റീവ്സും റിസോഴ്സസും നമുക്കുണ്ട്. അതിലൊന്ന് നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ഇനീഷ്യേറ്റീവ്സ്. ഇപ്പോൾ മോഡൽ എക്സാം നമ്മൾ പറഞ്ഞു, PYQ അനാലിസിസ് നമ്മൾ പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ ഹെൽപ്പ് ഡെസ്കും നമ്മൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പ് കാര്യങ്ങൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മെന്റേഴ്സിന്റെ നേതൃത്വത്തിൽ. ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ തന്നെ വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ എന്ത് ക്വയറീസും റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. നമ്മുടെ മെന്റർ കം ഹാപ്പിനെസ് അംബാസിഡർ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പേഴ്സണൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാപ്പിനെസ് അംബാസിഡറെ സ്പെഷ്യൽ ലൈവ് സെഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിന്റെ കൂടെ തന്നെ 1-on-1 സെഷൻസും നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം മെന്റർ ത്രൂ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു 1-on-1 സെഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് EP എന്ന് പറഞ്ഞിട്ട് 2 എഡിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റെക്കോർഡഡ് സെഷൻസും അതിന്റെ PDF ഫയൽസും ഒക്കെ, കാരണം ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഒരു പേടിയായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ഓൺ എഡിഷൻ 1 and 2 എന്നുള്ള രീതിയിൽ തന്നെ ആപ്പിൽ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഗോ ത്രൂ ചെയ്യാം. അപ്പൊ അതിൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളുണ്ട്. അത് ഓരോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസും അതിലുണ്ട്. അതൊക്കെ കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആൻസർ റൈറ്റിംഗ് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എക്സാമിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് ഒരു ആൻസർ എഴുതാം കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് വർക്ക്ഷോപ്പിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാനുള്ള അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ നല്ല കോൺഫിഡന്റ് ആയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് ലാംഗ്വേജിൽ നല്ല അഗ്രഗണ്യനാവണം എന്നോ അങ്ങനെയൊന്നുമില്ല. സിമ്പിൾ ലാംഗ്വേജ് നമുക്ക് എക്സാം എഴുതിയാൽ മതി. നമ്മൾ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ചെറിയ ഗ്രാമർ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ പറ്റും. അതിലൊന്നും യാതൊരു വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് അങ്ങനെ നല്ല ഡിഫിക്കൽട്ടി ആയിട്ട് വന്നവരൊക്കെ നമ്മുടെ റിസോഴ്സസും നമ്മുടെ മെന്റർഷിപ്പിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ നല്ല കോൺഫിഡന്റ് ആയിട്ട് എക്സാമിൽ എഴുതിയിട്ട് നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സായവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കോ കരിക്കുലർ ഇവന്റ്സ് നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ 15th of August ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സെലിബ്രേഷൻസും ഇവന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ളതും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സെലിബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിലൊക്കെ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അപ്സ്കില്ലിംഗ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളും ഇവന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ, നിങ്ങളുടെ ലേൺവൈസിന്റെ കൂടെയുള്ള ജേണിയിൽ പല ടൈമിലായിട്ട് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിലൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് അതിലൊക്കെ വേണ്ടത്. ആ രീതിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു, അത് തികച്ചും ഒരു കോച്ചിങ് സപ്പോർട്ടിന്റെ അപ്പുറത്തേക്ക് ഒരു വിർച്വൽ കോളേജ് യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് നൽകുക എന്നുള്ളത് തന്നെയാണ് ലേൺവൈസിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്ന ഓരോ ഇവന്റ്സിലും നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇപ്പം കുറെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ക്വിസ് പ്രോഗ്രാമിൽ നമ്മൾ 4 വിന്നേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും അതിൽ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് അതിൽ ഏറ്റവും നമ്മൾ വാല്യൂ ചെയ്ത് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഇനീഷ്യേറ്റീവ്സിലൊക്കെ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇൻവോൾവ്മെന്റിന്റെ ആ ഒരു തീവ്രത അനുസരിച്ചായിരിക്കും നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമൊക്കെ നൽകുന്നത് നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റിന്റെ ബേസിസിലായിരിക്കും. അപ്പൊ ആ രീതിയിൽ ആക്റ്റീവായിട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്യും. അപ്പൊ ഇത്രയാണ് നമ്മുടെ റിസോഴ്സസിനെ കുറിച്ചിട്ടുള്ള വളരെ ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ഇനി അതിൽ നിങ്ങൾ വഴിയെ നിങ്ങൾ ഓരോ റിസോഴ്സസും നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ട് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെന്ററെ കണക്ട് ചെയ്യുക. അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് റിസോൾവ് ചെയ്ത് തരുന്നതാണ്. ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടും സ്ട്രാറ്റജിക് ആയിട്ട് തന്നെ ഓരോ റിസോഴ്സസും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഇനി സെഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വെൽക്കം അബി സർ അഗൈൻ. ഓവർ ടു യു അബി സർ. ഇപ്പം ലേൺവൈസ് നിങ്ങൾ അറിയാൻ തന്നെ ഒരുപാട് ഇടങ്ങളുണ്ട്. ലേൺവൈസിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയത് പലർക്കും പല രീതിയിലായിരിക്കും ലേൺവൈസ് ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. ചിലർക്ക് ഇൻസ്റ്റഗ്രാം ആഡ് വഴിയായിരിക്കും, ചിലർക്ക് യൂട്യൂബ് വഴിയായിരിക്കും, ചിലർക്ക് വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ വ്യത്യസ്ത അവന്യൂസിനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഏതൊരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം ആണെങ്കിലും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നുള്ളത്. സോ ഈ കാണുന്നതാണ് നമ്മുടെ ലേൺവൈസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്.
അപ്പൊ ഈ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്ത കോഴ്സുകളും പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സർവീസുകളും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറും അതുപോലെ ചാറ്റ് ലിങ്കും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി യൂട്യൂബിലേക്ക് വരാം. അപ്പൊ ഇതിൽ വലിയൊരു ശതമാനം ആൾക്കാരും എനിക്ക് തോന്നുന്നു ലേൺവേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ലേൺവേഴ്സിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവുക യൂട്യൂബ് ത്രൂ ആണ്. അപ്പം നമ്മുടെ എല്ലാ ലേണേഴ്സിനോടും വളരെ അഭിമാനത്തോടു കൂടി ഇത് നിങ്ങളുടെയും കൂടെ നേട്ടമാണെന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ഇതിൽ ചെറുതല്ല. ഇപ്പം കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടെക് പ്ലാറ്റ്ഫോംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2ാം സ്ഥാനത്തുള്ളത് ലേൺവൈസ് ആണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇനിയും വരുമ്പോഴും വളരെ ബെറ്റർ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ യൂട്യൂബിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇഗ്നോയിൽ ഒരു കോഴ്സ് ചെയ്യുന്ന ഒരു ലേണറെ സംബന്ധിച്ച് ലേൺവൈസിലെ ലേണേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസ് എല്ലാം കൂടെ ഒരിടത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഇഗ്നുവിനെ പറ്റി അറിയുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ലേൺവൈസിലെ വ്യത്യസ്ത ഫീച്ചേഴ്സ് അറിയുന്നതിനായിട്ടുള്ള ആവശ്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, ഇഗ്നു തരുന്ന വ്യത്യസ്ത കോമ്പറ്റീഷൻസിനെ പറ്റി അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ പറ്റി ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരിടത്ത് നിന്ന് ലഭിക്കുക എന്നുള്ളത് ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എനിക്കൊന്ന് എല്ലാവരും ഇതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ചില പ്ലേലിസ്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 10ഓളം വരുന്ന പ്ലേലിസ്റ്റുകൾ നിങ്ങൾ എന്തായാലും നിർബന്ധമായും വിസിറ്റ് ചെയ്യേണ്ടെന്ന എല്ലാം നിങ്ങൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാലും നിർബന്ധമായും നിങ്ങൾ പോകേണ്ടുന്ന ഒരു 10 പ്ലേലിസ്റ്റുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സോ ഇത് മറ്റുള്ളവർക്ക് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. ആദ്യം തന്നെ പറയുന്നത് ലേൺവൈസിനെ പറ്റി അറിയേണ്ടതല്ല എന്നുള്ള പ്ലേലിസ്റ്റ് ആണ്. അപ്പൊ ഈ പ്ലേലിസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾ ലേൺവൈസിലേക്ക് വന്നതിന് ശേഷവും വരുന്നതിന് മുമ്പും ഒക്കെയായിട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ്. എന്താണ് ലേൺവൈസ് എന്നും ലേൺവൈസിലെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഓൺബോർഡിങ് എങ്ങനെയാണ്, ഓറിയന്റേഷൻ സെഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇനി ലേൺവൈസിലെ ഓരോ ഫീച്ചറും വാല്യൂ ആഡഡ് നോട്ട്സ് എങ്ങനെ ഇപ്പൊ റേസർ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളുടെ ഒക്കെ വളരെ വിശദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലേൺവൈസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള ഈ ഒരു പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കും. 30-ലേറെ വീഡിയോസ് ഉള്ള ഈ ഒരു പ്ലേലിസ്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. രണ്ടാമത്തത് ഇഗ്നു അവയർനെസ് ഉള്ള ഒരു പ്ലേലിസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ ലേൺവൈസിനെ പറ്റി എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ ഒരു ലേൺവൈസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള പ്ലേലിസ്റ്റ് വഴി അറിയാൻ സാധിക്കുന്നത്, അതുപോലെ ഇഗ്നുവിനെ പറ്റി മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് ഇഗ്നു അവയർനെസ് എന്ന് പറയുന്നത്. ഇഗ്നുവിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഓരോ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും മറ്റ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇഗ്നു റിലീസ് ചെയ്യുന്ന ഇപ്പൊ ABCID, DEBID തുടങ്ങിയ കാര്യങ്ങൾ, ഇഗ്നുവിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ ഇഗ്നുവിനെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്ത് പോകുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് ഇഗ്നു അവയർനെസ് എന്നുള്ളത്. ഇനി മൂന്നാമത് വരുന്നത് വൈ ചൂസ് ഇഗ്നു എന്നുള്ള നമ്മളുടെ ഒരു ലേറ്റസ്റ്റ് ഒരു പ്ലേലിസ്റ്റ് ആണ്. അപ്പൊ ഇഗ്നുവിൽ നിങ്ങളിപ്പോ ഒരു കോഴ്സ് എടുക്കുകയാണ്, MBA എടുക്കുകയാണ്. സോ ആ ഒരു കോഴ്സിനെ സംബന്ധിച്ചുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും, ഇപ്പം പലർക്കും ഒരു കോഴ്സ് എടുക്കുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ചിലർക്ക് ജോലിയാണ്, ചിലർക്ക് റിസർച്ച് ആണ്, ചിലർക്ക് വെറും താല്പര്യത്തിന്റെ പുറത്ത് എടുക്കുന്നവരുണ്ടാവും. ഇനി ഏത് രീതിയിൽ എടുത്താലും ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന MBA അല്ലെങ്കിൽ എക്കണോമിക്സ് ആയിക്കൊള്ളട്ടെ, മറ്റേതൊരു കോഴ്സും ആയിക്കൊള്ളട്ടെ, അതിൽ എന്തൊക്കെ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഇപ്പം ഡിഗ്രി ആണെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷക്കാലം ഏതൊക്കെ പേപ്പറുകൾ പഠിക്കാനുണ്ടാവും, PG ആണെങ്കിൽ 2 വർഷക്കാലം ഏതൊക്കെ പേപ്പറുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക, ആ പഠിക്കുന്ന പേപ്പറുകൾക്കകത്ത് വളരെ ബേസിക് ആയിട്ട് എന്താണ് വരിക എന്നുള്ള കാര്യങ്ങൾ വരെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ രീതിയിലുള്ള ജോലികളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ തിരിയാൻ സാധിക്കും എന്നുള്ള കാര്യവും ഇതിൽ കൃത്യമായി മെൻഷൻഡ് ആണ്. പോരാത്തതിന് ആ ഒരു കോഴ്സ് എന്തിനെ ചുറ്റിപ്പറ്റിയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇൻ ജനറൽ ഇപ്പം ഒരു കോഴ്സ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്ലേലിസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ അവരവരുടെ കോഴ്സുകളും ഇനി മറ്റാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഗ്നു റിലേറ്റഡ് ആയിട്ട് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് വൈ ചൂസ് ഇഗ്നു എന്നുള്ളത്. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗും വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് ഇഗ്നു യാത്ര. അപ്പൊ ഈ ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യത്യസ്ത എക്സാം സെന്റേഴ്സിൽ പോകേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ അല്ലാതെ മറ്റ് സ്റ്റഡി സെന്റേഴ്സിനെ പറ്റി ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാം തന്നെ വളരെയധികം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് ഇഗ്നു യാത്ര. കേരളത്തിൽ കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ 38ഓളം വരുന്ന എക്സാം സെന്റേഴ്സ് കവർ ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ്, അല്ലെങ്കിൽ കവർ ചെയ്തിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് ഇഗ്നു യാത്ര എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പലരും പല രീതിയിലായിരിക്കും പോകുന്നത്. ചിലർ ബൈക്കിൽ പോകുന്നവരുണ്ടാവാം, അല്ലാതെ ചിലർ ബസ്സിൽ പോകുന്നവരുണ്ടാവാം. അപ്പൊ എങ്ങനെ പോകണം, എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്, എങ്ങനെ ഈസി ആയിട്ട് അവിടെ എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറയുന്ന
എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് ഇഗ്നോ യാത്ര എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ എക്സാം സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം എങ്ങനെയാണ് ഇന്ന സെന്ററിലേക്ക് എത്തേണ്ടത്, കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തന്നെ ഷോർട്സ് ഫോമാറ്റ് ആണ് തൊട്ടടുത്ത് കാണുന്ന ഷോർട്സ് ഇഗ്നോ യാത്ര എന്നുള്ളത്. 1 മിനിറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്ന ഒരു പ്ലേലിസ്റ്റ് ആണത്. ഇനി അടുത്തത് റേസർ വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. നിങ്ങളുടെ എക്സാം എളുപ്പമാക്കുന്നതിന് വേണ്ടി മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ മെഷീൻ ലേണിംഗ് അൽഗരിതംസ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതലായി ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതലായിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കി പഠിച്ച് പറഞ്ഞു തരുന്ന, അതായത് സബ്ജക്ട്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ പറഞ്ഞു തരുന്ന ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ആണ് ഇഗ്നോ PYQA 4.0 ഉള്ളത്. അപ്പൊ അത് ഓരോ വർഷം വരുമ്പോഴും നിങ്ങൾക്ക് പുതിയ പ്ലേലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. എന്നിരുന്നാലും പഴയ പ്ലേലിസ്റ്റുകൾ വിസിറ്റ് ചെയ്യേണ്ടവർക്ക് അതും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഹ്യൂമൻസ് ഓഫ് ലേൺവൈസ് ആണ്. അപ്പൊ ഇതെല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. മറ്റൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പം ഈ നമ്മുടെ ലേണേഴ്സിൽ ഓരോ ലേണേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റോറി സത്യം പറഞ്ഞാൽ ഇൻസ്പയറിംഗ് ആണ്. ഇപ്പൊ ചിലർക്ക് തോന്നും, ഇപ്പൊ ഓൾറെഡി എനിക്ക് തോന്നുന്നു മെന്റേഴ്സ് ഒക്കെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളോട്, നിങ്ങളുടെ ഒരു ജേണിയെ പറ്റി എല്ലാം തന്നെ ചോദിച്ചുകൊണ്ട്. അപ്പൊ പലർക്കും തോന്നുന്നുണ്ടാവേ എന്റെ ജേണി അത്ര ഒരു എക്സെപ്ഷണൽ അല്ല, അല്ല എന്റെ ജേണി അത്ര ഒരു ഇൻസ്പിറേഷണൽ അല്ല എന്നൊക്കെ തന്നെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ജേണി എന്ന് പറയുന്നത് ഇൻസ്പിറേഷണൽ തന്നെയാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ജേണി നമ്മുടെ ലേണേഴ്സും മുമ്പ് പഠിച്ചിറങ്ങിയ ലേണേഴ്സും ഒക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് ഹ്യൂമൻസ് ഓഫ് ലേൺവൈസ്. ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ പ്ലേലിസ്റ്റിനെ പറ്റി വളരെയധികം ധാരണയും ഉണ്ടാവും. കാരണം ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് കണ്ടുകൊണ്ടും അതുപോലെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടും ജോയിൻ ചെയ്തിട്ടുള്ള വലിയൊരു വിഭാഗം ലേണേഴ്സ് ഇതിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾ ഓരോരുത്തർക്കും ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ ജേണി, നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മെന്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പകരാൻ പറ്റിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ലേണേഴ്സിനെ സംബന്ധിച്ച് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓരോരുത്തരുടെയും ജേണി വ്യത്യസ്തമാണ്. സോ അത് അറിയാൻ സാധിക്കുക, അത് മറ്റൊരാളുടെ ജേണിക്ക് വഴി തെളിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. സോ അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ അറിയുന്നതിനായിട്ടും പറയുന്നതിനായിട്ടുമാണ് ഹ്യൂമൻസ് ഓഫ് ലേൺവൈസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ആണ്. സോ കണ്ടു നോക്കാവുന്നതാണ് കാണാത്തവർ ഉണ്ടെങ്കിൽ. അടുത്തത് അക്കാഡമിക്കലി വളരെയധികം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ്, വിച്ച് ഇസ് 38th കോൺവൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിപ്പം കഴിഞ്ഞ മാർച്ചിൽ നടന്ന 38th ആണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ വർഷത്തിലൊരു കോൺവൊക്കേഷൻ ആണ് ഉണ്ടാവുക. എല്ലാ കോൺവൊക്കേഷനും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഹോപ്പ്ഫുള്ളി. സോ ഈ ഒരു കോൺവൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 5-ാം തീയതി 2025 കൊച്ചി, വടകര, തിരുവനന്തപുരം 3 റീജിയണൽ സെന്റേഴ്സിലായിട്ട് നടന്ന കോൺവൊക്കേഷൻ ആണ്. അപ്പൊ ഈ 3 ലേണേഴ്സിന്റെ ടീം ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മുടെ ലേണേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്യുകയാണ്. ആൻഡ് എങ്ങനെയാണ് ഇഗ്നോന്റെ കോൺവൊക്കേഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ 3 വർഷവും 2 വർഷവും ഒക്കെ തന്നെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് ഈ ഒരു ഡിഗ്രി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന മൊമെന്റ് ആണ് കോൺവൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു ആഘോഷം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ താല്പര്യമുള്ള എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാവരും എന്തായാലും നിർബന്ധമായും വിസിറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇവിടേക്കാണ് എത്താൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ നിങ്ങളുടെ ഒരു ഗോളായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോൺവൊക്കേഷൻ. സോ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാവുന്നതാണ്. ഇനി അടുത്തത് ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0 പ്ലേലിസ്റ്റ് ആണ്. എന്തെങ്കിലും കാരണത്താൽ സപ്പോസ് നിങ്ങളുടെ എന്തെങ്കിലും മാറ്റിവെക്കാൻ പറ്റാത്ത എൻഗേജ്മെന്റ് കാരണമൊക്കെ തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സെഷൻ മിസ്സായി എന്നിരിക്കട്ടെ. സപ്പോസ് എനിക്ക് തോന്നുന്നു എല്ലാവരും, എല്ലാ ലേണേഴ്സും അതാത് സെഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ പറയാൻ പറ്റില്ല, എന്തെങ്കിലും അങ്ങനെ ഒരു അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസിൽ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റീവാച്ച് ചെയ്യുന്നതിനായിട്ടും ആ സെഷൻ മൊത്തമായി കണ്ട് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റിൽ പോയാൽ മതി. എല്ലാ സെഷൻസും ഈ ഒരു പ്ലേലിസ്റ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഫൈനലി നമ്മുടെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിനെ പറ്റി റേസർ വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വ്യത്യസ്ത ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്, ഡെയിലി ടാസ്കുകൾ. അപ്പൊ ആ ടാസ്കുകൾ ഓരോ വീക്കിലെയും നോക്കിയിട്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് EP 2.0 എന്നുള്ള ഈ ഒരു പ്ലേലിസ്റ്റ്. അപ്പം EP താല്പര്യമുള്ള എല്ലാവരും തന്നെ ആ ടാസ്കുകൾ കണ്ട ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ചെയ്തത് ശരിയാണോ എന്നുള്ളതൊക്കെ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പ്ലേലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇത്രയും പ്ലേലിസ്റ്റുകളിൽ ഒതുക്കുകയാണ്. പക്ഷെ നമുക്ക് ഇനിയും ഒരുപാട് പ്ലേലിസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പക്ഷെ അത് ഈ സമയം മതിയാവില്ല എന്നുള്ളത് കൊണ്ടും വളരെ ചൂസി ആയിട്ട് തന്നെ ഇത് എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു 10-11 പ്ലേലിസ്റ്റിലേക്ക് നമ്മൾ ഒതുക്കിയത്. പക്ഷെ ബാക്കി സമയം കിട്ടുമ്പോൾ എല്ലാവരും
ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പരമാവധി പ്ലേലിസ്റ്റുകളിലെ പരമാവധി നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്ന വീഡിയോസ് എല്ലാം തന്നെ കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്തത് ലേൺവൈസ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു സ്പേസ് ആണ് ഇൻസ്റ്റഗ്രാം. സോ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഉറപ്പിക്കുക. മറ്റൊന്നല്ല, ചിലർ യൂട്യൂബിനെക്കാളും ഇൻസ്റ്റഗ്രാം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എല്ലാവിധ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്, സ്റ്റോറി ആക്കാറുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് മിസ് ആവുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ഓരോ മെക്കാനിസം ആണിത്. ഇപ്പൊ ഇൻസ്റ്റഗ്രാം കൂടുതലായി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എല്ലാ അപ്ഡേറ്റും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. സോ കമ്മ്യൂണിറ്റിയിൽ വേരിയസ് അപ്ഡേറ്റ്സും അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കോണ്ടന്റും ഒക്കെ തന്നെ വരാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി കയറാനും പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. എല്ലാവരും കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും അല്ലെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് വരുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ഒരുപാട് യൂസ് ചെയ്യുന്നവരുണ്ട്, ഇൻസ്റ്റാഗ്രാം ഒരുപാട് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവരൊക്കെ നമ്മളെല്ലാവരും ഇപ്പൊ ഇന്നത്തെ കാലത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ്. അപ്പോൾ വാട്സ്ആപ്പ് എന്നുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ കയ്യിലേക്ക് എത്തും അല്ലെ. ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് സമയം പോകും. പക്ഷെ വാട്സ്ആപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് സമയം പോകുന്ന ഒരു ആപ്പ് ഒന്നുമല്ല. പക്ഷെ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ചെക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്സ്ആപ്പിൽ നമുക്ക് എന്തുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ വാട്സ്ആപ്പിൽ ചാനൽ ഉണ്ട് ലേൺവൈസിന്. സോ അതിലെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വരുന്ന ഓരോ വീഡിയോയുടെ അപ്ഡേറ്റ്, അതല്ലാതെ ഇഗ്നുവിൽ നിന്ന് വരുന്ന മറ്റ് അപ്ഡേറ്റുകൾ, മറ്റ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുടെ അപ്ഡേറ്റ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, നമ്മുടെ ലേൺവൈസിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിൽ ടേക്ക് പാർട്ടി ആണെന്നുള്ളത് വളരെ കാര്യമായി തന്നെ ഞാൻ അപേക്ഷിക്കുകയാണ്. മറ്റൊന്നല്ല, നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റും മിസ് ആവുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, യൂട്യൂബ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒക്കെ തന്നെ വാട്സ്ആപ്പ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ദിവസം തന്നെ നോക്കുന്ന ഒരു കാര്യമാണ്. സോ അതിലും എല്ലാവരും കയറുക. പിന്നെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ട്. ഫേസ്ബുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഫേസ്ബുക്കിലും എല്ലാ അപ്ഡേറ്റ്സും ലേൺവൈസ് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, ഇനി എന്നത്തെയും പോലെ ഇതിനോടകം തന്നെ നിങ്ങൾ വ്യത്യസ്ത ആക്ഷൻ ടാസ്കുകളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടാവും. ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്താണെന്നുള്ളതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും നമുക്കൊന്ന് ക്വിക്കായി നോക്കാം. ആക്ഷൻ ടാസ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ആക്ഷൻ ടാസ്കിന്റെ ലിങ്ക് നിങ്ങൾക്ക് വരികയും അതെല്ലാവരും ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും സമയം കളയാൻ നമുക്ക് ആക്ഷൻ ടാസ്കിലേക്ക് കിടക്കാം. സോ ഇതില് വളരെ 3-4 ചോദ്യങ്ങളേ ഉള്ളൂ കൃത്യമായിട്ടുള്ളത് പറയുകയാണെങ്കിൽ. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ ചെയ്യേണ്ടുന്ന ഒരു ഫോമാണിത്, അല്ലെങ്കിൽ ഫില്ല് ചെയ്യേണ്ടുന്ന ഒരു ഫോമാണിത്, ചെയ്യേണ്ട ഒരു ടാസ്ക് ആണിത്. അപ്പോൾ നമ്മളുടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരങ്ങളാണ് ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. പേര് കൊടുക്കുക, ഇഗ്നോ പ്രോഗ്രാം കൊടുക്കുക, മെന്റർ ആരാണെന്നുള്ള മെൻഷൻ ചെയ്യുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേലിസ്റ്റ് ഏതാണ്? ഇപ്പൊ ഈ കേട്ടത് വെച്ചിട്ടും നിങ്ങളുടെ അനുഭവം വെച്ചിട്ടും നിങ്ങൾക്ക് ലേൺവൈസ് യൂട്യൂബ് ചാനൽ ഏറ്റവും ഫേവററ്റ് ആയി തോന്നിയ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയി തോന്നിയ, ഏറ്റവും യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നിയ ഒരു പ്ലേലിസ്റ്റ് ഏതാണെന്നുള്ളതാണ്. രണ്ടാമത്തത്, ലേൺവൈസ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അതുപോലെ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള രണ്ടും നിങ്ങൾക്ക് പറയാം. ലേൺവൈസ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിനെ പറ്റിയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം തോന്നിയ കാര്യം എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തത് കുറെ കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ലേൺവൈസ് വളരെ കാര്യമായി തന്നെ ഒരു മലയാളത്തിലുള്ള കോണ്ടന്റ് വെബ്സൈറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ, മലയാളത്തിൽ നമ്മൾ എഴുതിയൊരു വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോണ്ടന്റ് പബ്ലിഷ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് അതിൽ കാണാൻ താല്പര്യം എന്ന്, ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ അതിൽ ആവശ്യപ്പെടുന്ന ടോപ്പിക് ഏതായിരിക്കും എന്ന്. അപ്പൊ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കരിയർ കൊടുത്തിട്ടുണ്ട്, മെന്റൽ ഹെൽത്ത് കൊടുത്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ ലിറ്ററസി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഒന്നല്ല, നിങ്ങൾക്ക് 5 എണ്ണം തോന്നുകയാണെങ്കിൽ 5 മാർക്ക് ചെയ്യാം, 10 എണ്ണം തോന്നുകയാണെങ്കിൽ 10 മാർക്ക് ചെയ്യാം. എന്തൊക്കെ തരം കാര്യങ്ങളാണ്, എന്തൊക്കെ തരം കോണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ താല്പര്യം എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൂടെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ താഴെ സബ്മിറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി വരുന്ന സെഷൻസിനെ പറ്റിയും ഞാൻ വളരെ വളരെ ബ്രീഫായിട്ട് സംസാരിക്കാം. പക്ഷെ അതിന് മുമ്പ് എന്തൊക്കെ നമ്മൾ കവർ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ എങ്ങനെ ലേൺവൈസ് ആപ്പ് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കി, വിൻഡോസ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കി, അതിൽ ഓരോ റിസോഴ്സസും എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം
റേസർ വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു, അതുപോലെ ഏതൊക്കെ കോണ്ടന്റ് ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് നിന്നാണ് ഏറ്റവും കൂടുതൽ നല്ലപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ലേൺവേസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ അത് റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ഫൈനലി നമ്മുടെ ആക്ഷൻ ടാസ്ക് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്ന് ട്രബിൾ ഷൂട്ടിംഗ് ആണ്. നമുക്ക് ആപ്പ് ഏതെങ്കിലും രീതിയിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. ആൻഡ് ഫൈനലി പറഞ്ഞ ആക്ഷൻ ടാസ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതുവരെ ചെയ്യാത്ത ഒരുപക്ഷെ പുതുതായിട്ടുള്ള ലേണേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ന്യൂ ഹൊറൈസൺസ് പ്രൊഫൈൽ ഫോം ഫില്ല് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുക. ലിങ്ക് മെന്റേഴ്സ് അയച്ചു തരുന്നതാണ്. സോ ന്യൂ ഹൊറൈസൺസ് പ്രൊഫൈൽ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ പേഴ്സണലൈസ് ചെയ്യാനും നിങ്ങൾക്ക് ലഭിക്കുന്ന മെന്റർഷിപ്പ് കുറെ കൂടെ യുണീക്ക് ആക്കാനും ഒക്കെ തന്നെ നമ്മളെ സഹായിക്കുന്ന ഒരു ഫോം ആണ്. സോ അത് ഫില്ല് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സോ സെഷൻ 6 എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കും തന്നെ കരുതുന്നു. നാളെ തന്നെയാണ് സെഷൻ 6 നടക്കുന്നത് 7:30. ആൻഡ് ഒരു കാര്യം കൂടെ എല്ലാവരെയും റിമൈൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ടൂൾസ് എത്രത്തോളം ഈസി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നു അത്രയും ഈസി ആയി മാറും നിങ്ങളുടെ ഈ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളത്. ഓരോ ടൂളും എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം, ഓരോ റിസോഴ്സസും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബോധ്യം ഉണ്ടായാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. സോ ടൂൾസുമായിട്ട് എല്ലാവരും ഫെമിലിയർ ആവുക. അത് ടെക്നോളജി ആണെന്നുള്ള രീതിയിലുള്ള ചിന്തകളൊന്നും തന്നെ എനിക്കൊന്നും ആർക്കും തന്നെ ഇതിനോടകം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എല്ലാവരും വളരെ കൂളായിട്ടാണ് സൂം ഹാൻഡിൽ ചെയ്യുന്നത്. സൂം ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പ് ഹാൻഡിൽ ചെയ്യാൻ അത്രയും തന്നെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എല്ലാവരും ഓക്കെയാണ്. പൂർണ്ണ കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മളുടെ ആപ്പിനെയും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസിനെയും ഹാൻഡിൽ ചെയ്യുക. ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജേണി ആയിരിക്കും എപ്പോഴും ഫുൾഫില്ലിംഗ് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ജേണി നമുക്ക് പറയാൻ സാധിക്കുക. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കുറച്ചേ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. മുന്നോട്ട് പോകുമ്പോൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത് പോകാന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഒരു ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഒരു ലെസൺ ആണ് കാണുന്നതെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അത് 2, 3 എന്നുള്ള രീതിയിലേക്ക് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. സോ കൺസിസ്റ്റൻസി ഈസ് ദ കീ. അതിലൂടെയാണ് നിങ്ങൾ പ്രോഗ്രസിലേക്ക് എത്തുക. ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്.